വൻ സുരക്ഷാ വലയത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയെ കാണാനും അന്തിമോപചാരം അർപ്പിക്കുവാനും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പതിനായിരങ്ങൾ റോമിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് ഒഴുകിയെത്തുന്നു. പൊതുദർശനം ആരംഭിച്ചതു മുതൽ രാത്രി വൈകിയും 5 മണിക്കൂറുകളോളം ക്യൂ നിന്നുകൊണ്ടുമാണ് ലോകം നെഞ്ചിലേറ്റിയ തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പായെ അവസാനമായി കണ്ട് പ്രാർത്ഥിക്കുവാനും ആദരമർപ്പിക്കുവാനും വിശ്വാസികൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുവാൻ പോപ്പ് മൊബൈലിൽ എത്തിയിരുന്ന പാതയിലൂടെ പാപ്പയുടെ മൃതശരീരം കൊണ്ടുവന്നപ്പോൾ പലരുടെയും മുഖം വികാരഭരിതമായിരുന്നു. മണിമുഴക്കങ്ങളുടെയും ലാറ്റിൻ ഗാനങ്ങളുടെയും ശബ്ദങ്ങൾക്കിടയിലൂടെയായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ മൃതശരീരം എത്തിച്ചതും. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് കമർലംഗോ കർദിനാൾ കെവിൻ ഫാരൽ നേതൃത്വം നൽകി. ധൂപസമർപ്പണം, പാപ്പയുടെ മൃതശരീരം സൂക്ഷിച്ച പെട്ടിയിൽ വിശുദ്ധജലം തെളിക്കൽ, സുവിശേഷ വായന, മധ്യസ്ഥ പ്രാർത്ഥനകൾ എന്നിവ കർദിനാൾമാരുടെയും വൈദിക ശ്രേഷ്ഠന്മാരുടെയും മുന്നിൽ വെച്ച് കർദിനാൾ ഫാരൽ നടത്തി. ഇന്നും നാളെയും രാവിലെ 7 മുതൽ വൈകുന്നേരം 7 മണി വരെയായിരിക്കും പൊതുദർശനം. അതിനുശേഷം ഏപ്രിൽ 25 വെള്ളിയാഴ്ച വൈകുന്നേരം 8 മണിക്ക് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ നടക്കുന്ന ചടങ്ങിൽ പാപ്പയുടെ ഭൗതിക ശരീരം ഉൾക്കൊള്ളുന്ന പേടകം അടയ്ക്കപ്പെടുമെന്ന് വത്തിക്കാനിലെ ആരാധനാക്രമ കാര്യങ്ങൾക്കായുള്ള ഓഫീസ് അറിയിച്ചു. ചടങ്ങുകൾക്ക് കമർലംഗോ കർദിനാൾ കെവിൻ ഫാരൽ നേതൃത്വം നൽകും. മുൻപ് അറിയിച്ചിരുന്നതുപോലെ ഏപ്രിൽ 26 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഫ്രാൻസിസ് പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള വിശുദ്ധ കുർബാന വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ അർപ്പിക്കപ്പെടും. കർദിനാൾ സംഘത്തിന്റെ ഡീൻ കർദിനാൾ ജൊവാത്തി ബാത്തിസ്റ്ററെ ആയിരിക്കും വിശുദ്ധ ബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുക. വിശുദ്ധ കുർബാനയുടെ അവസാനം അന്തിമോപചാര ശുശ്രൂഷകൾ നടക്കും. പിന്നാലെ ഫ്രാൻസിസ് പാപ്പയുടെ ഭൗതികദേഹം അടങ്ങിയ മഞ്ചം വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലേക്കും അവിടെ നിന്ന് തൻ്റെ ഐഹിക യാത്ര അവസാനിക്കേണ്ട ഇടമെന്ന് പാപ്പ ബിൽപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നത് പോലെ റോമിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമത്തിലുള്ള മേരി മേജർ ബസിലിക്കയിലേക്കും കൊണ്ടുപോകും. അവിടെ കർമ്മങ്ങൾ പൂർത്തിയാക്കി ഭൗതികദേഹം സംസ്കരിക്കുമെന്നും വത്തിക്കാൻ വ്യക്തമാക്കുന്നു. പാവപ്പെട്ടവരുടെയും സമൂഹത്തിൽ പാർശ്വവൽക്കപ്പെട്ടവരുടെയും സഭയോടും തന്നോട് ചേർത്ത് പിടിച്ച പാപ്പായെ അവസാനമായി ഒരു നോക്ക് കാണാൻ 11 ലക്ഷത്തിലധികം തീർത്ഥാടക വിശ്വാസികളും വത്തിക്കാനിലേക്ക് എത്തുമെന്നും ഇറ്റാലിയൻ പോലീസും വത്തിക്കാനും കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ വൻ സുരക്ഷയാണ് ഇവിടെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് 28-ാം തീയതി തുടങ്ങാനിരിക്കെ പ്രത്യേക പ്രാർത്ഥന തയ്യാറാക്കി വത്തിക്കാൻ. സാധിക്കുന്നിടത്തോളം ഈ ദിവസങ്ങളിൽ ശക്തമായ പ്രാർത്ഥന ഈ കാര്യത്തിൽ ആവശ്യമാണെന്ന് സഭാമക്കളോട് അപ്പസ്തോലിക സിംഹാസനത്തിന്റെ താൽക്കാലിക ചുമതലയുള്ള കർദിനാൾ ആവശ്യപ്പെടുന്നു. പരിശുദ്ധ സിംഹാസനം ഒഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുവാൻ കമർലെങ്കോ തിരുസഭ മുഴുവനായും പുറപ്പെടുവിച്ച പ്രാർത്ഥന ഇതാണ്: പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ. നമുക്ക് അത്യുന്നതനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവെ, തിരുസഭയുടെ പരമോന്നത അജപാലക, ഭൂമിയിലെ അവിടുത്തെ വികാരിയും പത്രോസിന്റെ പിൻഗാമിയും എന്ന നിലയിൽ ഫ്രാൻസിസ് പാപ്പയുടെ കരുതലിനും നിസ്വാർത്ഥമായ സേവനത്തിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പത്രോസിന്റെ വിശ്വാസമാകുന്ന പാറമേൽ സഭയെ സ്ഥാപിക്കുകയും അവളുടെ അജഗണത്തെ ഇടമുറിയാതെ നയിക്കുകയും ചെയ്യുന്ന നല്ലിടയ, അങ്ങയുടെ സഭയെ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും നിലനിർത്തണമേ. ഇന്നലെ ഇന്നും എന്നും ഒരുവൻ തന്നെയായിരിക്കുന്ന കർത്താവ് യേശുവെ, അങ്ങയുടെ അപരിമേയമായ സ്നേഹത്താൽ അങ്ങയുടെ സഭയ്ക്ക് അങ്ങയുടെ ഹിതമനുസരിക്കുന്ന വിശുദ്ധനും വിശ്വസ്തനുമായ ഒരു പാപ്പായെ നൽകണമേ. ആമേ. ഒരു സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന, ഒരു നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന, ഒരു ത്രിത്വൈക സ്തുതിയും കാഴ്ചവെച്ച് സമർപ്പിക്കുക. അതിനുശേഷം വുൾനേറാത്ത മുറിയപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധാൽബനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല രക്തസാക്ഷികളുമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പത്രോസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പൗലോസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പ്രത്യേക മാധ്യസ്ഥരുടെ അപേക്ഷം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ.